എല്ലാവർക്കും നമസ്കാരം. ആ, കേരള ഫെസ്റ്റിവൽ ചാനലിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആ, ഞാനിന്ന് വേറൊരു സബ്ജക്റ്റുമായിട്ട് വന്നേക്കാണ്. അത് പൊതുവെ അതായത് നമ്മളുടെ ഉത്സവങ്ങളൊക്കെ ഏകദേശം ഉത്സവങ്ങളും വെടിക്കെട്ടുകളൊക്കെ ഏകദേശം തീരാറായി. ഈ വർഷം ആ, എത്ര പറഞ്ഞാലും ഞാനൊരു ആ, ഉത്സവ പ്രേമിയാണ്. ഒരുപാട് ഉത്സവങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഒരുപാട് മാറ്റം കൂട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആനകളുടെ കാര്യത്തിൽ യാതൊരു ശല്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആനകളെ എഴുന്നള്ളിപ്പിന് അതോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് വളരെ കുറവായിരുന്നു. വെടിക്കെട്ടുകൾ തൃശ്ശൂർ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഇഷ്ടപ്രകാരം വെടിക്കെട്ടുകൾ പൊട്ടിയിരുന്നു. അന്ന് തൃശ്ശൂർ ജില്ലയിൽ കാര്യമായിട്ട് വെടിക്കെട്ടുകൾ പൊട്ടിയിരുന്നില്ല. ഇപ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും വെടിക്കെട്ടുകൾ, പരമ്പരാഗത വെടിക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ബന്ധപ്പെട്ട അധികാരികളെ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിലുപരി എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് പോലീസിന്റെ വലിയൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ ആ പൂര കമ്മിറ്റിക്കാർക്ക് പോലും വെടിക്കെട്ടിന്റെ അവിടെ നിൽക്കാനോ ഇതാവാനോ ഒന്നുമില്ല. പോലീസിന്റെ ഒരു ധാർഷ്ട്യപരമായിട്ടുള്ള ഒരു പെരുമാറ്റ പതിവ് പൂരത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഉത്സവ പ്രേമികളും അത് കാണാൻ വരുന്നത്, ആസ്വദിക്കാൻ വരുമ്പോൾ ചീത്ത അനുഭവം ഉണ്ടാവാനില്ല. ഒരു 10% ആൾക്കാരുണ്ടായിരിക്കാം പറഞ്ഞത് കേൾക്കാൻ്റെ ബാരിക്കേഡ് ക്രോസ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പൊതുവെ വളരെയധികം റൂഡായിട്ട് പെരുമാറാറ് പോലീസ്. പക്ഷെ ഇപ്രാവശ്യം വളരെയധികം ഒരു റൂഡും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെയധികം രസമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ പോലീസിന് ഉത്സവ കാലത്ത് നല്ല രീതിയിൽ പെരുമാറാനും സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഇത് പറയാതെ പോകാൻ വയ്യ. പക്ഷെ എൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ഇതല്ല ഇന്ന്. വാസ്തവത്തില് ഞാൻ പലപ്പോഴും എല്ലാ പൂരങ്ങൾക്കും പോകുമ്പോൾ പൂരം ഇപ്രാവശ്യം വെടിക്കെട്ടുണ്ടായപ്പോൾ ഒരുപാട് ജനമായിരുന്നു. കാവശ്ശേരി ആയാലും ഏത് പൂരത്തിന് പോയി കഴിഞ്ഞാലും ഇത്ര ജനങ്ങളുടെ പങ്കാളിത്തം വെടിക്കെട്ട് എന്നുള്ള ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ്. കാവശ്ശേരിയൊക്കെ മെയിനായിട്ട് പൂരത്തിനേക്കാളും ഉപരി വെടിക്കെട്ടും തന്നെയാണ്. കുറ്റിയങ്കാവായാലും അങ്ങനെ പല സ്ഥലങ്ങളും കുറ്റിയങ്കാലൊക്കെ ഗംഭീര ക്രൗഡായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരുപാട് ഇടിച്ച് കയറിയായിരുന്നു. ഇതിൽ എനിക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോടും പോലീസുകാരോടും പോലീസ് മേധാവികളോടും എനിക്ക് അതായത് വരാനിരിക്കുന്ന വലിയൊരു വിപത്തിന്റെ മുന്നോടിയായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇനി വരാൻ സംഭവിക്കാൻ പോകുന്നത് വെടിക്കെട്ട് അപകടങ്ങളല്ലായിരിക്കാം. അതായത് എല്ലാ പൂരത്തിന്റെയും അപ്രോച്ച് റോഡുകൾ വളരെ ചെറുതായിട്ട് ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ നടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഒരു പോലീസുകാരനെയും അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്കാരെയും നമ്മൾ കാണാറില്ല. അത്രയും തിക്കും തിരക്കായിട്ട് എല്ലാവർക്കും വേഗത്താം. ചില ദിക്കില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് അടുത്ത വെടിക്കെട്ട് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ്. ആ സമയത്ത് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നാണ്. ആരുടെ മേലിൽ ചവിട്ടി കയറിയാലും കുഴപ്പമില്ല, എനിക്ക് ഞാനടക്കമുള്ള സമൂഹം എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളതാണ്. അത് അത് ഓരോ ഉത്സവപ്രേമികളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ വെടിക്കെട്ട് കാണാനുള്ള വ്യഗ്രതയാണ്. പക്ഷെ ആ വ്യഗ്രതയിൽ സ്റ്റാമ്പ്ഡ്, അതായത് ഒരുപാട് ആൾക്കാരെ ചവിട്ടി എന്താ പറയാ താത്തിട്ട് പോകുന്ന ഒരു ഗതികേട്ടിലേക്കാണ് എത്തുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇനി വരുന്ന മെയിനായിട്ട് പോലീസ്, അതായത് ഇതിനെ നിയന്ത്രിക്കുന്ന പോലീസുകാരാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും കൂടുതൽ നിയന്ത്രണം വെടിക്കെട്ടിനേക്കാട്ടിലുപരി ഇനി ഈ പോകുന്ന റോഡിലാണ് വേണ്ടത്. ഈ റോഡിൽ വ്യക്തമായിട്ട് ഒന്നുകിൽ ബാരിക്കേഡ് കെട്ടാൻ, അല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ ബാരിക്കേഡ്, മെയിൻ റോഡിലൊന്നും ബാരിക്കേഡ് കെട്ടാൻ പറ്റില്ല. പക്ഷെ അവിടെ പോലീസുകാർ അല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരൊക്കെ നിന്ന് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ വരാൻ പോകുന്നത് ശബരിമലയിൽ ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള അതേ തരത്തിലൊരു ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അതായത് സ്റ്റാമ്പിഡ് എങ്ങനെയെങ്കിലും ആൾക്കാരെ ചവിട്ടി അത്രയും തിരക്കാണ്. അത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നിയന്ത്രിച്ചേ പറ്റൂ. അല്ലാതെ ഒരു പൂരത്തിന് 99% പൂരങ്ങൾക്ക് കാണികൾ ഇടിച്ചു കയറിയിട്ട് അപകടം ഉണ്ടായത് വളരെ കുറവാണ്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ പോലീസുകാരുടെ ആവശ്യമില്ല. അത് നമ്മൾ ഈ വർഷം എല്ലാ ഉത്സവങ്ങളും തെളിയിച്ചാണ്. അപ്പോൾ വളരെയധികം കുറച്ച് പോലീസുകാരുണ്ടായിരുന്നുള്ളൂ. അവര് വളരെയധികം നല്ല രീതിയിലാണ് സഹകരിച്ചിരുന്നത്. ആകെ കൂടിയിട്ട് ഞാൻ അന്തിമാളങ്കാവ് വേലയ്ക്കാണ് അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം കണ്ടത്. അന്തിമാളങ്കാവ് വേലയ്ക്ക് രാത്രി ഞാൻ വെടിക്കെട്ട് പോയി 4 വെടിക്കെട്ടിൽ 3 വെടിക്കെട്ടും നമ്മൾ അത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റി. ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് പോലീസുകാരൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തില്ല. നമ്മൾ സുഖമായിട്ട് കണ്ടു. ഒരാൾക്കും ഒരു അപകടം ഉണ്ടായിരുന്നില്ല. 4ാമത്തെ വെടിക്കെട്ട് അത് ഏകദേശം ഒരു 300 മീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ 2 പോലീസുകാർ വന്നിട്ട് ആ
സാധാരണ ക്യാമ്പിലെ പോലീസുകാർക്ക് അവരുടെ ആ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ പൂരപ്പറമ്പുകളിൽ തീർക്കാറുണ്ട്. അങ്ങനെ തന്നെ വന്നിട്ട് പറഞ്ഞു, അതിൽ ഒരു പോലീസുകാരൻ വളരെ നല്ല മാന്യമായ രീതിയിൽ പെരുമാറി. അതിൽ വേറൊരു പോലീസുകാരൻ കൊണ്ട് ചാടി കിട്ടാം പോടാ എന്ന് പറഞ്ഞ പച്ചയിലേക്കാണ് പറഞ്ഞത്. അവരുടെ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലുണ്ട്, ഞാൻ ബാക്കിൽ നിന്ന് അവരെ ഫോട്ടോ എടുത്തത്. പക്ഷെ അത് 300 മീറ്റർ അകലെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. കാരണം ആ വെടിക്കെട്ട് ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് പൊട്ടുകയായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ പ്രത്യേകിച്ച്, അതായത് കൂടുതലും ക്യാമ്പിൽ പോലീസുകാരാണ്, ക്യാമ്പുകളിലെ പോലീസുകാരാണ് കൂടുതലും ഞാൻ കാണാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഒരുപക്ഷെ എൻ്റെ അറിവ് കുറവായിരിക്കാം. എങ്കിലും ശരി, അങ്ങനെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ് കൂടുതലും. എന്താ പറയുക, മെയിൻ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇവരുടെ അവിടെ കിട്ടുന്ന എല്ലാ തിക്താനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ചില പ്രഷറുകൾ, അതെല്ലാം അവർ ഇവിടെ വന്ന് തീർക്കുക. പിന്നെ ഇത് അവർക്ക് ഓപ്പണായിട്ട് കിട്ടുന്ന ഒരു അവസരം അതവർ വളരെയധികം വിനിയോഗിക്കാറുണ്ട്. പക്ഷെ ഈ വർഷം അത് വളരെ സീറോ തന്നെ എന്ന് പറയാം. ഈ ചെറിയൊരു ഇൻസിഡന്റ് ഒഴികെ അല്ലാന്നുണ്ടെങ്കിൽ പോലീസ് എത്ര രസമായിട്ട് പെരുമാറുന്നത്, എത്ര രസമായിട്ട് ഹാൻഡിൽ ചെയ്തത്. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ച ഇലക്ഷൻ കാരനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇലക്ഷൻ കാരനാണ് ഇത്രയും അനുമതികൾ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. കാരണം തൃശ്ശൂർ ജില്ലയിൽ വെടിക്കെട്ട് വെടിയും പൊട്ടിയിരുന്നില്ല. പ്രാവശ്യം എല്ലാതെങ്കിലും വെടിക്കെട്ട് പൊട്ടി. എല്ലാ പൂരങ്ങൾക്കും ഒരു ലാത്തി ചാർജോ അല്ലെങ്കിൽ ഓടിപ്പിക്കലോ വിരട്ടി ഓടിപ്പിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസുകാർ വളരെയധികം മാന്യമായിട്ട്, ഇവൻ കാവശ്ശേരിയൊക്കെ നമ്മൾ എത്ര അടുത്ത് നിന്നൊക്കെ കണ്ടായിരുന്നു. ബാരിക്കേഡ് കെട്ടിയിട്ടുള്ള ബാരിക്കേഡിന് കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പോഴും പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അതിനെ 100% പോലീസുകാർ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ ഇനി വരാൻ പോകുന്ന ഉത്സവങ്ങളിൽ ഈ തിക്കും തിരക്കിലും പെട്ട് ഒരുപാട് പേർക്ക് ദാരുണ അന്ത്യം അല്ലെങ്കിൽ ദാരുണ പരിക്കുകൾ ഉണ്ടാവാതിരിക്കാൻ ഇവിടുത്തെ അധികാരികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെടിക്കെട്ടിന്റെ ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ജനതയ്ക്ക് അറിയാം എത്ര ദൂരം നിൽക്കണം, എന്റെ സേഫ് ആണെന്നുള്ള കാര്യം ഓരോരുത്തരും ആലോചിക്കാറുണ്ട്. കുറച്ച് വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. അവരെ നിയന്ത്രിക്കാനാണ് അത്യാവശ്യം കുറച്ച് പോലീസുകാരും മാന്യമായിട്ടുള്ള പോലീസുകാരും അവിടെ നിന്നുകൊണ്ട് കുഴപ്പം വരില്ല. പക്ഷെ മെയിൻ ആയിട്ട് വേണ്ടത്, ഇനി ഇങ്ങനെയുള്ള ഊടുവഴികളും ഇടവഴികളിലൂടെ ജനനിബിഡം ആയിട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു കാലത്ത് തൃശ്ശൂർ പൂരത്തിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാറോ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര തിക്കും തിരക്കായിരിക്കും. അപ്പൊ അതൊക്കെ കുറഞ്ഞു വന്നു, തൃശ്ശൂർ പൂരത്തിന് വളരെയധികം കുറഞ്ഞു തുടങ്ങി. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ പൂരങ്ങൾക്കും ആ അപ്രോച്ച് റോഡ് വളരെ ചെറുതായിരിക്കും. ആ അപ്രോച്ച് റോഡ് കൂടെ ആൾക്കാർ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് അവിടെ പോലീസുകാരെയും കമ്മിറ്റിക്കാരെയും വിന്യസിച്ചുകൊണ്ട് പൂരം കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ പോലീസുകാരുടെ ആവശ്യം വരെ വേണ്ടത്. അപ്പൊ അവര് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ മുൻകൂട്ടി, ഞാനത് കണ്ട് പലവട്ടമായി കാണുന്നപ്പോൾ ചാനലിൽ വന്ന് ഇങ്ങനെ പറയണം എന്ന് എനിക്ക് പലവട്ടം തോന്നി. അപ്പൊ അധികാരികൾ ഇനി ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, അത്തരത്തിലുള്ള ഊടുവഴികളും ഇടവഴികളിലും ജനങ്ങൾ പോകുമ്പോൾ അവരെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതായത് ആ വഴികളിൽ കൂടെ വണ്ടികളെ വിടാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് കാണാം സെന്ററിൽ വണ്ടി നിൽക്കുന്നുണ്ടാവും. അപ്പൊ പിന്നെ ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് ശരിക്കും തിരക്കി ഞാനാണ് ഫസ്റ്റ്, നീയാണ് ഫസ്റ്റ് എന്നല്ലാക്കി ആ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചാനലിൽ വന്നുകൊണ്ട് ഇത്രയും പറയുന്നത്. ഇത് ഞാൻ കണ്ട പല പൂരങ്ങൾക്കും പല വെടിക്കെട്ടുകൾക്കും കഴിഞ്ഞ ശേഷം കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ എവിടെയും വെടിക്കെട്ടിന് അപകടം ഉണ്ടായിട്ടില്ല. വളരെയധികം എത്ര രസകരമായിട്ട് അവിടുത്തെ എല്ലാ കമ്മിറ്റിക്കാരും അവരുടെ പ്രയത്നത്തിനെയും അവരുടെ ഉത്സാഹത്തെയും അതേപോലെ അധികാരികളുടെ അവരുടെ സഹകരണവും എല്ലാറ്റിനും, പ്രത്യേകിച്ച് കോടതിയെയും, ഇതൊക്കെ വലിയൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ച് ഈ പൂരം അതേപോലെ ഈ വെടിക്കെട്ട് വളരെ വലുതാണ് എൻ്റെ ജീവിതത്തിൽ. അത്തരത്തില് നല്ല രീതിയിൽ പ്രാവശ്യം ഒരുവിധം പൂരങ്ങളെല്ലാം അവസാനിച്ചു. കുറച്ച് പൂരം കൂടിയുള്ളൂ. അപ്പോ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയ്ക്കായിട്ട് വെടിക്കെട്ടിനേക്കാളും ഉപരി നാളേക്ക് ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കുക, അതായത് അതായത് ജനനിബിഡമായ ഒരു റോഡിലൂടെ മറ്റുള്ളവരെ ചവിട്ടി കുട്ടി ഒരു ശബരിമല മുൻകാല ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ഇനി വെടിക്കെട്ട് അപകടങ്ങളാവില്ല, ഇങ്ങനത്തെ അപകടങ്ങളായിരിക്കും. കാരണം അത്രയും ജനം വന്നു തുടങ്ങി. സോഷ്യൽ മീഡിയ ഒരുപാട് ഇതിനെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ജനങ്ങളെല്ലാം അവിടെ കൂടിയത്. പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ബന്ധപ്പെട്ട അധികാരികളും എല്ലാവരും മനസ്സിലാക്കണം,
പരമ്പരാഗത വെടിക്കെട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും ആൾക്കാർ കൂടുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരുപാട് ഗവൺമെന്റിന് ഒരുപാട് ലാഭമുണ്ട് അതിൽ. അതായത് ഒരു കോടിക്കണക്കിന് ഉൾപ്പെടെ ബിസിനസ് ഓരോ പൂരങ്ങൾക്കും നടക്കും. അന്ന് പല ദിക്കിൽ നടക്കുന്ന ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് വരുമാനം ഇവിടുത്തെ ഗവൺമെന്റിനും എത്തുന്നുണ്ട്. പലപ്പോഴും വെടിക്കെട്ട് നടക്കുമ്പോൾ അതിന്റെ ഡയറക്റ്റ് ഇൻകം ഒരിക്കലും ഗവൺമെന്റിലേക്ക് വരുന്നില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ ഉത്സവങ്ങൾക്കും നടക്കുമ്പോൾ ഓണം, വിഷു പോലെ തന്നെ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, അതേപോലെ എന്ത് ഈ ഈദ് അങ്ങനെയുള്ള അതുപോലെ ബക്രീദ് അങ്ങനെയുള്ള പോലെ തന്നെയാണ് ഈ ഉത്സവങ്ങളും പെരുന്നാളുകളും. അപ്പൊ അവർക്ക് ഇത്തരത്തിൽ വെടിക്കെട്ടിന് കൊടുക്കുക പരമ്പരാഗതമായിട്ടുള്ള വെടിക്കെട്ട് വളരെയധികം സേഫ് ആയിട്ട് നടത്തുന്ന വെടിക്കെട്ടുകൾക്ക് അനുമതി. ഒരിക്കൽ വെടിക്കെട്ടിനെ ഒരിക്കലും നമ്മളത് സേഫ് വെടിക്കെട്ട് എന്ന് ഒരിക്കലും പറയില്ല. ഇവിടെ പോലെ നടത്തുന്ന ഓരോ വെടിക്കെട്ടുകൾക്കും അതിൻ്റെതായുള്ള എല്ലാവിധ പ്രീകോഷനും എടുത്തുകൊണ്ടും വളരെയധികം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഈ വർഷം വ്യക്തമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/4/2026 വരെ ഞാൻ ഈ ചാനലിൽ ഈ ഒരു സംഭവം ചെയ്യുന്നവരേക്കും അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അധികാരികളും അതുപോലെ തന്നെ കമ്മിറ്റികളും ചെയ്യേണ്ട സംഭവം നമ്മളുടെ അപ്രോച്ച് റോഡുകളിലുള്ള തിരക്കുകൾ നിയന്ത്രിക്കാനാണ് ഇനി മുന്നോട്ട് വരേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു ദുരന്തം നമ്മളുടെ മുന്നിൽ കാണേണ്ടിയിരുന്നതായാലും അത് അവോയ്ഡ് ചെയ്യാനാണ് ഇങ്ങനൊരു ചാനലിൽ വന്ന് ഇങ്ങനെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച്. കേൾക്കുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.